ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 4000 VAR ഒരു ഇൻവെർട്ടറും 580 വാട്ട്സിൻ്റെ 2 സോളാർ പാനലും 180 AHൻ്റെ 2 ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റമാണ് നമ്മളന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതാണ് സോളാർ പാനൽ. 580 വാട്ട്സിൻ്റെ 2 സോളാർ പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങൊക്കെ അത്യാവശ്യം നല്ല ഒതുക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ വരുന്നത് 1.5 വരെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചറൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബൈഫേഷ്യൽ പാനലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്. വാരിയുടെ 580 വാട്ട്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, നമുക്കിവിടെ മരങ്ങളൊന്നുമില്ല, വലുതായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെ ഒരു 8-9 മണിയോടുകൂടി തന്നെ നല്ല വെയിൽ നമുക്ക് സോളാർ പാനലിൽ കിട്ടും. അതുപോലെ തന്നെ വൈകുന്നേരം, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഏകദേശം ഒരു 4:30 ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുടെ കോളൊക്കെ ഉള്ളതുകൊണ്ട് പ്രകാശം കുറവാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ ഓപ്പൺ ടെറസിലാണ് നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് മഴയും വെയിലൊന്നും ഇതിനെ ബാധിക്കില്ല. പിന്നെ നമ്മൾ ഇതിലെ സർക്യൂട്ടുകളെല്ലാം, ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റിക്കർ ചെയ്ത് എഴുതി എല്ലാം നമ്മൾ വച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ കുറച്ചധികം ദൂരെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ആർക്കെങ്കിലും ഈ സർവീസ് ചെയ്യാൻ ഇതിൻ്റെ സർക്യൂട്ടൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം KSEB എന്ന് വരുന്ന ഇന്നും ഔട്ടും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ ആ സോളാർ ഇൻവെർട്ടർ, SPS-ൻ്റെ 4000 VAR ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിപ്പം ഇൻബിൽഡ് MPPT വരുന്ന ടൈപ്പല്ല, നമ്മൾ എക്സ്റ്റേണലായിട്ടാണ് MPPT വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഇൻവെർട്ടറാണ്. 3 സ്വിച്ച് ഫ്രണ്ടിൽ കാണാം. അപ്പോൾ സോളാർ ഓണും ഓഫ്, അതായത് നമ്മളെ ഗ്രിഡ് ചാർജ് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ഒരു സ്വിച്ചാണത്. പിന്നെ രണ്ടാമത് നമ്മളെ UPS മോഡ്, പിന്നെ ഓൺ ഓഫ് സ്വിച്ച്. ഇപ്പോൾ ഒരു ഗ്രീൻ LED ഓൺ ആയിട്ടുണ്ട്, അതാണ് നമ്മളെ ഇൻവെർട്ടർ ഓൺ. അപ്പോൾ ഈ ഗ്രീൻ LED ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻവെർട്ടർ ഓൺ ആയി കിട്ടുള്ളൂ. കാര്യം നമ്മളെ MPPTയുടെ കണക്ഷനിൽ റിലേ ഓൺ ആകുമ്പോഴത്തേക്കാണ് നമ്മളെ ഇൻവെർട്ടറിൽ ഗ്രീൻ LED ഓൺ ആവുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സോളാർ പാനലിൽ നിന്ന് ലൈവായിട്ടും കിട്ടും, ബാറ്ററിയിൽ നിന്നും കിട്ടും. കറണ്ട് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. ഇതിപ്പം റിലേ ഓൺ ആയിട്ടുണ്ട്, ഇവിടെ കാണാം റിലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 285 വാട്ട്സ് നമുക്ക് പീക്ക് കിട്ടിയിട്ടുണ്ട്. 114 ഇപ്പോൾ നമ്മൾ MPPT ഇപ്പോൾ സെറ്റ് ചെയ്തതേ ഉള്ളൂ. LO40 എന്ന് പറയുന്നൊരു മോഡലാണ് നമ്മളിതിലിപ്പം ചെയ്തിരിക്കുന്നത്. കാര്യം LO40 ഇപ്പം ഇതിൽ ഇപ്പോൾ 4 ലൈൻ ഫംഗ്ഷൻ ഡിസ്പ്ലേ ഞാൻ MPPTയുടെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് അത് പോയി കാണാം. ഇതിലിപ്പം നമുക്ക് 12 വോൾട്ട് കൊടുക്കാം, 24 വോൾട്ട് കൊടുക്കാം, അതുപോലെ തന്നെ 36 വോൾട്ട്, 48 വോൾട്ട്, ഇപ്പോൾ 4 ബാറ്ററി സിസ്റ്റം വരെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ LO40യുടെ പ്രത്യേകത അതാണ്. പിന്നെ നമുക്ക് 2 ബാറ്ററി സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ബ്ലൂ 40 കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് 24 വോൾട്ടിൻ്റെയാണ്. ഇത് പിന്നെ നമ്മൾ ഒരു DC ബ്രേക്കറും വെച്ചിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ഒരു DC ബ്രേക്കറും വെച്ചിട്ടുണ്ട്, DC MCB വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ MPPTയുടെ 2 സ്വിച്ച് വരുന്നുണ്ട്, റിലേ കൺട്രോൾ സ്വിച്ചും പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും, പിന്നെ ഒരു സെറ്റപ്പിൻ്റെ ഒരു പോർട്ടും കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ലിഥിയം ബാറ്ററി കൊടുക്കുമ്പം ചേഞ്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പവർ പ്ലഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 20 ആംപിയറിൻ്റെ സോക്കറ്റ് നമ്മൾ സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വേ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഒരു 2 വേ സ്വിച്ച് നമുക്ക് താഴോട്ടും മുകളിലോട്ടും ആയി കഴിഞ്ഞാൽ ഇപ്പം ഇൻവെർട്ടർ മോഡും KSEB മോഡിലോട്ടും മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഈ പ്ലഗ് മാറ്റി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് 2 പ്ലഗ് കൊടുത്ത് തന്നെ വർക്കാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ 2 വേ സ്വിച്ച് അതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ പുറക് സൈഡിലായിട്ട് 2 വയർ, ബ്ലാക്ക് ആൻഡ് റെഡ്, നമുക്ക് ബാറ്ററിയിലോട്ട് കൊടുക്കുന്നതിനായിട്ടാണ് ബ്ലാക്കും റെഡും 2 വയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 4 വയർ നമ്മൾ ക്രിമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണക്ടറൊക്കെ ഇട്ട് നന്നായിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻപുട്ടാണ്, നെഗറ്റീവും ന്യൂട്രൽ ഫേസും ഇൻപുട്ടും, ന്യൂട്രൽ ഫേസും ഔട്ട്പുട്ടും. അതുപോലെ തന്നെ ഒരു MCB ബ്രേക്കർ കാണാം. അപ്പോൾ ചാർജിങ്ങൊക്കെ നമുക്ക് ബ്രേക്കർ ഉപയോഗിച്ച് ഓഫ് ചെയ്യാനും പറ്റും. കൂളിംഗ് ഫാന്, AC കൂളിംഗ് ഫാനാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൽ ഇരിക്കുന്നത്.
അപ്പോൾ ബാറ്ററി 180 AH SPS-ൻ്റെ തന്നെ സോളാർ ട്യൂബുലർ ബാറ്ററിയാണ്. അപ്പോൾ ഇത് 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം കാണാൻ ലിഥിയം ബാറ്ററി വയ്ക്കാത്തതെന്ന്. അപ്പം ഇവിടെ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മളിപ്പം ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചത്. കാര്യം നമ്മൾ 2 kV ഇൻവെർട്ടർ വയ്ക്കാനാണ് നമ്മളിവിടെ പോയത്. പിന്നെ നമ്മൾ 4 kV ഇൻവെർട്ടർ വെച്ചപ്പോഴത്തേക്കും ബഡ്ജറ്റിൽ ചെറിയൊരു മാറ്റം വന്നു. അപ്പോൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിൽ ലിഥിയം ബാറ്ററി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.